കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ CSI സഭാ സെക്രട്ടറി ഡോക്ടർ പ്രവീണിന് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിക്കണ്ട. കാരണം അടുത്തിടെ BJPയിൽ ചേർന്ന ജനപക്ഷം പാർട്ടി ചെയർമാൻ PC ജോർജ് ആ കേസ് അങ്ങ് ഏറ്റെടുത്തു. ഒരു കേസൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ, ഒന്നും പേടിക്കണ്ട, ഈ രാജ്യത്ത് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, പ്രവീണിനെ ഒരുത്തനും ഒരു ചുക്കും ചെയ്യുകയില്ല, ധൈര്യമായിട്ടിരുന്നോളൂ എന്നാണ് PC ജോർജ് സഭാ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്ത് സംഘടിപ്പിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സംഗമവേദിയിലായിരുന്നു PC ജോർജ് ഇത്തരമൊരു ഉറപ്പ് വിനോദിനും സഭാ പുരോഹിതർക്കും നൽകിയത്. അതിന് കാരണവുമുണ്ട്. വേദിയിൽ പ്രസംഗിച്ച ഒരു സഭാ പുരോഹിതൻ ED അന്വേഷണം സംബന്ധിച്ച കാര്യം സൂചിപ്പിച്ചു. ഡോക്ടർ പ്രവീണിനെതിരെ ഉണ്ടായ ED അന്വേഷണം വളരെ ദുഃഖകരമാണെന്നായിരുന്നു പുരോഹിതൻ പറഞ്ഞത്. എല്ലാ വൈദികരുടെയും കരളിൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ആ ED അന്വേഷണം ദയവായി ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ, ന്യായമായി മാത്രം ജീവിക്കുന്ന അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇതായിരുന്നു ആ പുരോഹിതൻ്റെ വാക്കുകൾ. പുരോഹിതൻ സംസാരിച്ച് കഴിഞ്ഞയുടനെ PC ജോർജ് മൈക്കിലൂടെ വിനോദിനെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഉറപ്പും നൽകി. ഈ സമയം വേദിയിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയം. സഭാ അംഗങ്ങളും പുരോഹിതരുമായി സംവദിക്കാനായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നതുപോലെയായിരുന്നു പുരോഹിതർ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചത്. കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ CSI മുൻ ബിഷപ്പ് ഡോക്ടർ ധർമ്മരാജ് റസാലവും ED അന്വേഷണം നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷേർലി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. സ്വത്ത് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താത്തതിനാൽ കഴിഞ്ഞ ദിവസം പത്രിക തള്ളുകയും ചെയ്തു. റസാലത്തിൻ്റെ ഭാര്യ പത്രിക നൽകിയതിൽ പങ്കില്ലെന്നാണ് സഭയുടെ നിലപാട്. ED അന്വേഷണം നേരിടുന്ന റസാലം BJP ക്യാമ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭാര്യയെ മത്സര രംഗത്തിറക്കിയെന്നാണ് ഇടത് വലത് മുന്നണികളുടെ ആക്ഷേപം. സഭാ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഷേർലി ജോണിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്നും പിന്നിൽ BJP ആണെന്നും ഇന്നലെ LDFും UDFും ആരോപിച്ചിരുന്നു. CSI സഭാ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്നായിരുന്നു ആരോപണം. BJP ക്യാമ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷേർലിയുടെ സ്ഥാനാർത്ഥിത്വമെന്നും ഇടത് വലത് മുന്നണികളോട് ആഭിമുഖ്യം പുലർത്തുന്ന CSI നാടാർ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് നീക്കമെന്നും ഇടത് വലത് ക്യാമ്പുകൾ ഇപ്പോഴും ആരോപിക്കുന്നു. ഇതിന് പിന്നാലെയാണ് സഭാ നേതൃത്വം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. തങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്നാണ് നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചത്. സഭയുടെ ഔദ്യോഗിക നേതൃത്വമാണ് വൈദിക സമ്മേളനത്തിൽ വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കാൻ 3 സ്ഥാനാർത്ഥികൾക്കും അവസരമൊരുക്കിയത്. തലസ്ഥാന മണ്ഡലത്തിൽ 1,00,000-ഓളം വോട്ടർമാരാണ് CSI സഭയ്ക്കുള്ളത്. സമദൂര നിലപാട് ഇനി ആർക്കാണ് അനുകൂലമെന്നത് കണ്ടറിയണം.